നമ്മുടെ ഉണ്ണിക്കണ്ണൻ ലക്ഷ്യസ്ഥാനത്ത് തന്നെ എത്തിച്ചേർന്നു. ഒരുപാട് കളിയാക്കൽ, ഒരുപാട് തെറിവിളികൾ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ശരിക്കെടുത്തിട്ട് പാവത്തിനെടുത്തിട്ട് ഭീഷണി, തെറി എല്ലാം ഉണ്ടായിരുന്നു. എന്തായാലും അവസാനം വിജയെടുത്ത് ചെന്നാണ് പറയുന്നത്. അത് ഉണ്ണിക്കണ്ണന് മാത്രമേ ആ സത്യാവസ്ഥ അറിയുള്ളൂ. ശരിക്കും അതിൻ്റെ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആണ്. കുറേ എഡിറ്റിംഗ് ഫോട്ടോസൊക്കെ ഉണ്ണിക്കണ്ണൻ അദ്ദേഹത്തിൻ്റെ പേജിൽ ഇടുന്നുണ്ട്. പക്ഷേ അത് എല്ലാം എഡിറ്റിംഗ് ആണ്. അതുകൊണ്ട് നിങ്ങൾ വിജയുടെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ, വിജയണ്ണൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോയ്ക്കുള്ള ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കേരളം വെയിറ്റിംഗ് ആണ്. മിക്കവാറും ഇൻസ്റ്റ കത്ത് വന്നേരം അയച്ചു കൊടുക്കുമെന്നാണ് പറയുന്നത്. എന്തൊക്കെ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടെങ്കിലും അദ്ദേഹം എത്രയോ വീഡിയോസ് ഷെയർ ചെയ്യുന്നുണ്ട് വിജയുടെ കൂടെ ഇന്ന് ഫാൻസ് ഓരോ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ. അപ്പോൾ അത്രയ്ക്ക് വലിയൊരു സ്ട്രിക്റ്റ് ഉണ്ടോ ഇതിനകത്ത്? ഞാനിപ്പോൾ ചിന്തിക്കുന്നു, ഇപ്പം അദ്ദേഹത്തിന് വിജയനെ കണ്ടിട്ട് 2 ദിവസം മുമ്പാണ് കണ്ടെന്ന് പറയുന്നത്. ഇത്രയും ദിവസം വേണോ ഒരു വീഡിയോയും ഒരു ഫോട്ടോയും ഉണ്ണിക്കണ്ണന് വാട്സപ്പിലേക്കെല്ലാം അയച്ചു കൊടുക്കുന്നതിന് ഇത്ര ഒരു ടൈം വേണോ? നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഉണ്ണിക്കണ്ണനെ തേച്ചു അതോ? ജസ്റ്റ് കണ്ടെന്ന് പറയുന്നു, അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ. ഇതിൻ്റെ സത്യാവസ്ഥ അറിയണമെന്നുണ്ടെങ്കിൽ ഫോട്ടോയും വീഡിയോയും നമുക്ക് പുറത്ത് വരണം. എനിവേ ഉണ്ണിക്കണ്ണൻ്റെ ആ ഒരു എഫേർട്ട് ഉണ്ടല്ലോ, 800 കിലോമീറ്റർ ഇത്രയും വാക്ക് ചെയ്തിട്ട് അവിടം വരെ പോവുക, ഇത്രയും കളിയാക്കലേറ്റു വാങ്ങുക, അതിനൊരു ബിഗ് സല്യൂട്ട്. എന്ത് കാര്യങ്ങളും പറ്റിയാൽ നേടിയെടുക്കുക എന്നുള്ളൊരു തെളിവാണ് അദ്ദേഹം കാണിച്ചു തന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ കുറേ ആൾക്കാർ നെഗറ്റീവ് അടിച്ചവരൊക്കെ ഒന്നും ഇപ്പോൾ കാണുന്നതേ ഇല്ല, വെറുതെ ആയിപ്പോയില്ലേ. എനിവേ ഷെയർ ദിസ് വീഡിയോ. ഞാൻ പറഞ്ഞ അഭിപ്രായത്തിനോട് യോജിക്കുന്നവർക്ക് കമൻസ് ചെയ്യാം, യോജിക്കാത്തവർ കമൻസ് ചെയ്യാം. ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു. എനിക്കങ്ങനെ ഫീൽ ചെയ്തു. ഇത്രയും ദിവസം ആവശ്യമില്ലല്ലോ ഒരു ഫോട്ടോയും വീഡിയോ ഷെയർ ചെയ്യാൻ. ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ, പിന്നെ സൂപ്പർ പൊളിറ്റീഷ്യൻ, നല്ല ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് അടുത്ത് പോലും ആർക്കും ചെല്ലാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനില് ഉണ്ണിക്കണ്ണന്റെ സ്നേഹം കൊണ്ട്, ആത്മാർത്ഥ കൊണ്ട് ഇദ്ദേഹം അവിടെ ചെന്നു. അദ്ദേഹം ഒരു അണിയനെ പോലെ നോക്കി ഭക്ഷണം കഴിച്ചു, സ്നേഹം പകരുന്നു. ഇതൊക്കെ നടക്കണമെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ണിക്കണ്ണന് കിട്ടിയിട്ടുണ്ട്. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ഗിഫ്റ്റ്, ഒരു വാച്ച് കൊടുത്ത അത്രേ ഉള്ളൂ.